കേരളത്തിലുടനീളം 110 കേസുകളിൽ പ്രതിയായ മോഷ്ടാവ് പിടിയിൽ. കൊടുവള്ളി കളരാന്തിരി സ്വദേശി സക്കറിയയെ കോഴിക്കോട് കസബ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നഗരത്തിലെ മോഷണ പരമ്പരയ്ക്ക് പിന്നാലെയാണ് പ്രതി അറസ്റ്റിലായത്. പതിനാല് വയസ്സ് മുതൽ കുറ്റവാളി, ഒടുവിൽ 3 വർഷം ജയിൽവാസം. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്നിറങ്ങിയത് ഈ കഴിഞ്ഞ ജൂൺ 6-ന്. വീണ്ടും അറസ്റ്റിൽ. കോഴിക്കോട് നഗരത്തിലെ 3 കടകൾ കുത്തിത്തുറന്ന് പ്രതി പണം അപഹരിച്ചിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് കൃത്യമായി പറഞ്ഞാൽ 110 കേസുകൾ നിലവിലുണ്ട്. ആളുടെ മോഡസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകുന്നു. സിനിമയുടെ ടിക്കറ്റിൻ്റെ കൗണ്ടർ ഫോയിൽ കൈവശം വെച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അതിനു മുമ്പ് തലേദിവസം തന്നെ മോഷണം ചെയ്യേണ്ട കടയെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള പഠനം നടത്തി നോക്കി അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള വിറ്റുവരവുള്ള കടകളാണ് കൂടുതലായിട്ട് നോക്കുക. അതിനുശേഷം ഒരു ടൂള് വാങ്ങുന്നു. ടൂള് വാങ്ങി എവിടെയെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കുന്നു. അതിനുശേഷം ടിക്കറ്റുമായിട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെൽ സഹായത്തോടെയുമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ബത്തേരിയിലെ ലോഡ്ജിൽ നിന്നാണ് സക്കറിയ പിടിയിലായത്. സാധനങ്ങൾ എടുക്കുന്നത് സ്വഭാവമില്ല, പൈസ മാത്രമാണ് അയാൾ എടുക്കുന്നത്. ഒരു കടയിൽ നിന്ന് 28, ഒരു കടയിൽ നിന്ന് 12, ഒരു കടയിൽ നിന്ന് 5000. മംഗലാപുരത്ത് 2-3 പോലീസ് സ്റ്റേഷനിൽ കേസുകളുണ്ട്. പിന്നെ കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടാതെ ട്രെയിനിൽ നിന്ന് മാല പൊട്ടിച്ച കേസുണ്ട്. കേരളത്തിലെ 15 പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ വാറന്റും നിലവിലുണ്ട്. പണം മാത്രം മോഷ്ടിക്കുന്ന പ്രതി ആർഭാട ജീവിതം നയിക്കാനാണ് തുക ചെലവഴിച്ചിരുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.